നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി AP സമസ്ത വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ലെന്ന് സമസ്ത AP വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി മത തീവ്ര പ്രസ്ഥാനം. മതരാഷ്ട്രവാദം പുലർത്തുന്ന ജമാഅത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ല. സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. അപ്പൊ അതാണ് ദാറ്റ്. നമ്മളെ സഹായിക്കണോലെ നമ്മൾ സഹായിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളെ കൊടുക്കാൻ നോക്കണോലെ നമ്മൾ സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എങ്ങനെ എന്ത് എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലായിക്കോളി, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ന്യൂസ് അറ്റ് 9 തുടരുന്നു. മർക്കസ് നോളജ് സിറ്റിയിലെ കമ്പനിക്കെതിരെ നികുതി വെട്ടിപ്പ് നടത്തിയതിന് കേസ്. കാന്തപുരം ഹക്കീം അസ്ഹരി ഡയറക്ടറായ ഇംതിബിഷ് ഹെൽത്ത് കെയറിനെതിരെയാണ് കേസ്. ആശുപത്രി എന്ന പേരിൽ സുഖചികിത്സാ സ്ഥാപനം നടത്തിയെന്നും 1.38 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. സെൻട്രൽ GST ഇന്റലിജൻസ് ആണ് കേസെടുത്തത്. വിശദീകരണം വരുന്നുണ്ട്. അതിനു മുമ്പേ അടിമക്കണ്ണുകളോട് പറയാനുള്ളത്, അടിമക്കണ്ണുകളെ നിങ്ങൾ മനസ്സിലാക്കുക. എത്ര കോടിയുടെയാണ് അവിടെ വെട്ടിപ്പ് നടത്തിയത്? 1. ഈ കോടിയൊന്നും മർക്കസ് നോളേജ് സിറ്റി വഴി എത്തിമക്കളുടെ തൊള്ളിക്കല്ല തിരിക്കണത്. ഇവരുടെ ആ ഒരു സംവിധാനത്തിൽ കൂടിയാണ് പോണത്, അവർക്കാണ് പോണത്. പിന്നെ ഇവിടെ ആശുപത്രിയുടെ മറവില് നടത്തിയത് എന്താണ്? സുഖചികിത്സ എന്നാ പറഞ്ഞത്. ഈ സുഖചികിത്സ എന്ന് പറഞ്ഞാല് ആയുർവേദിക് സുഖചികിത്സ മാത്രമാണോ, അതോ സ്പാ മോഡൽ അങ്ങനെയൊക്കെയാണോ? അതൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ? എന്തായാലും അതിന്റെ കുറച്ച് വിശദീകരണം കൂടി കേട്ടോളി. ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, അങ്ങനെ ഒരു കേസെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു പരിശോധന നടന്നു കാണണം. എന്നായിരിക്കും പരിശോധന നടന്നിട്ടുണ്ടാവുക? എത്ര വലിയൊരു ക്രമക്കേട് അവിടെ നടന്നു എന്നാണ് ഇപ്പോൾ GST വകുപ്പിന്റെ കണ്ടെത്തൽ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വിട്ടുപോയി. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ്, അല്ലെങ്കിൽ GST വകുപ്പാണ് അവിടെ വന്നിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കേരള സർക്കാരിൻ്റെ ആളുകളെ താങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നേരെ മറ്റയാളെ താങ്ങാൻ പോയത് എന്ന് ആണ് മനസ്സിലായത്. എന്തായാലും ഷുക്കൂർ എന്താ പറയണെന്ന് ബാക്കിയുള്ളതും കൂടി കേൾക്കാം നമുക്ക്. സൈഫുദ്ദീൻ, എന്റെ കയ്യിലുള്ളത് സെൻട്രൽ GST ഇന്റലിജൻസിന്റെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടാണ്. ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു FIRന് സമാനമായ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം തയ്യാറാക്കുന്ന, ഒരു കേസ് എടുത്തതിന് ശേഷം തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. ഈ മാസം 11-നാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണ്ട് സഹോദരന്മാരെ, കാര്യം ഇത് നിർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് സാങ്കേതികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തുടർച്ചയായിട്ട് പോകുമ്പോൾ അതിൻ്റെതായ ചില പ്രോബ്ലംസ് ഉണ്ട്. 2 ഓർമ്മ എന്ന് പറയുക എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ ഇപ്പോൾ പുതിയതൊന്നുമല്ല, പഴയ വീഡിയോ ആണ്. കുത്തിപ്പൊക്കി പഴയത് കൊടുന്നിട്ട് പുതിയ കുപ്പിയിലാക്കി എന്നൊന്നും ആരും പറയണ്ട. പഴയ വീഡിയോ തന്നെയാണ്. പഴയ വീഡിയോ ആണെങ്കിൽ പോലും പഴയ കേസ് അതിപ്പോഴും നിലവിൽ മൊത്തം തേഞ്ഞുമാഞ്ഞ് പോയിട്ടൊന്നുമില്ലേ, തേഞ്ഞുമാഞ്ഞ് പോണല്ലോ. അതിനുള്ള കളികൾ ഞങ്ങളെ സഹായിക്കണോലെ ഞങ്ങൾ സഹായിക്കും, ഞങ്ങളെ പേടിപ്പിക്കണോലെയും ഞങ്ങൾ സഹായിക്കും, അങ്ങക്കെതിരെ കേസ് എടുക്കണോലെയും ഞങ്ങൾ സഹായിക്കും. ഇത് കേട്ടോക്ക. ഈ മാസം 11-നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 2022 മുതൽ മാർച്ച് 2024 വരെ ഇംതിബിഷ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിന്റെ ട്രേഡ് നെയിം ടൈഗ്രീസ് വാലി ഹെൽത്ത് വെൽനസ് വേൾഡ് എന്നുള്ളതാണ്. ഈ കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഈ ഇൻസിഡന്റ് റിപ്പോർട്ടിലുള്ളത്. ഇതിൽ പ്രധാനമായി പറയുന്ന ആരോപണം, അതായത് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത, എന്ന രീതിയിൽ നികുതിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടത്തിയ ഈ സ്ഥാപനം സുഖചികിത്സാ കേന്ദ്രം നടത്തി നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ 2022 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം 1.38 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ഇത് സംബന്ധിച്ച് ഈ കമ്പനി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി അടക്കമുള്ള ഡയറക്ടർമാരിൽ ചിലരെ ഈ GST ഇന്റലിജൻസ് ചോദ്യം ചെയ്യുകയും അതിനുശേഷമാണ് ഈ ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മിസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് മിസ് യൂസ് ഓഫ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ, അതായത് തെറ്റായിട്ടുള്ള നികുതി എക്സംഷൻ നേടി. അതുപോലെ തന്നെ നികുതി 1,38,00,000 രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെങ്കിൽ അവിടെ എത്ര രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ടാവും? ഇത് നികുതി മാത്രമാണല്ലോ. നികുതി നമുക്കൊരു 30% കൂട്ടുക. 30%
1,38,00,000 ഉണ്ടെങ്കിൽ അതിൻ്റെ ലാഭവിഹിതം അപ്പോൾ എത്രയുണ്ടാകും അല്ലേ? ഇതൊക്കെ മർക്കസിലെ എത്തിമക്കളെ നോക്കാനാണെന്നും പറയണ അടിമകൾ വിശ്വസിച്ചോളിയും, അടിമ കണ്ണുകൾ വിശ്വസിച്ചോളിയും, നമുക്ക് വിശ്വസിച്ചാനേ ഓളൊന്നുമില്ല. പറ സുക്കൂറെ, കുറച്ചും കൂടി പറഞ്ഞ. തെറ്റായിട്ടുള്ള നികുതി ക്ലാസിഫിക്കേഷൻ നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊരു കാര്യം, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന തന്നെ GST ഇന്റലിജൻസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർ ഈ സ്ഥാപനത്തിൽ സാധാരണ രീതിയിലുള്ള 8 ഡോക്ടർമാരാണ് ഉള്ളത്. മതി, ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയപ്പെട്ട ആളുകളാണല്ലോ സാധുക്കളുടെ ചാനൽ പൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്നത് അല്ലേ? ഇതുപോലെയുള്ള വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് ഗവൺമെന്റിനെയും പറ്റിക്കുന്നുണ്ട്. സാധാരണ അന്ധവിശ്വാസികളായ ജനസമൂഹത്തെയാണ് ഇവർ പറ്റിച്ചും കൊണ്ടിരുന്നത്. അത് നേർക്ക് നേരെ നിന്നിട്ട് ഇങ്ങനെ ഊരി വാങ്ങിയിരുന്നു. ഇത് ഗവൺമെന്റ് സംവിധാനത്തിനെ ഐഡിയാപൂർവം, അതായത് ഒരു ഹോസ്പിറ്റൽ എന്നോ ക്ലിനിക് എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ലക്ഷറി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന, സുഖിപ്പിക്കൽ ചികിത്സ നടത്തുന്ന സ്ഥാപനമാക്കിയിട്ട് കൊണ്ടു നടക്കിയിരുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി പറയുന്നു, ഈ വാർത്ത പഴയതാണ്. പക്ഷേ പഴയതാണെങ്കിൽ പോലും ആ പഴയതുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് വാപ്പിയും മകനും കൂടി പോയിട്ട് അവിടെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അട്ടിപ്പേർ പറഞ്ഞിട്ട് പറ്റിക്കാൻ നോക്കിയതെങ്കിൽ ആ പറ്റിക്കലേ 4 ആയിട്ട് മടക്കുക, പോക്കറ്റിലിടുക. ഷർട്ടിൻ്റെ പോക്കറ്റിൽ കൊള്ളൂല്ലെങ്കിൽ അണ്ടർവെയറിൻ്റെ പോക്കറ്റിലിട്ടോളിയും. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്.